തമിഴ്നാട് മുഖ്യമന്ത്രിയും നടനുമായ വിജയും ഭാര്യ സംഗീത സ്വർണലിംഗവും വീണ്ടും ഒന്നിച്ചതായി റിപ്പോർട്ട്. സംഗീത ഫയൽ ചെയ്ത വിവാഹമോചന കേസ് കോടതിയിലിരിക്കെയാണ് പുതിയ വഴിത്തിരിവ്. കുടുംബാംഗങ്ങൾ ഇടപെട്ടാണ് ഇരുവരെയും വീണ്ടും ഒന്നിപ്പിച്ചതെന്നാണ് പുറത്തുവരുന്ന സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ. എന്തായാലും സംഗീതയും വിജയും വീണ്ടും ഒന്നിക്കുകയാണെന്ന വിവരം ആരാധകരും ആഘോഷമാക്കുകയാണ്. വിജയുടെ അമ്മ ശോഭ ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾ പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്ത് ഇരുവരെയും അനുരഞ്ജിപ്പിച്ചതായിട്ടാണ് വിവരം. ലണ്ടനിലായിരുന്ന സംഗീത ഇതിനകം ചെന്നൈയിലേക്ക് മടങ്ങിയെന്നും ഇരുവരും ഒരുമിച്ച് സമയം ചിലവഴിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ഇക്കാര്യം വിജയോ സംഗീതയോ കുടുംബാംഗങ്ങളോ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. ജൂൺ 22-ന് വിജയുടെ ജന്മദിനത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്നുള്ള ഊഹാപോഹങ്ങളും ശക്തമാണ്. മുൻപ് അച്ഛനുമായുള്ള വിജയുടെ പിണക്കത്തിലും അമ്മ ശോഭ ഇടപെട്ടാണ് ഒത്തുതീർപ്പാക്കിയത്. ഇതുതന്നെയാണ് ഇത്തവണയും ആരാധകർക്ക് പ്രതീക്ഷ നൽകുന്നത്. അതേസമയം സംഗീത സമർപ്പിച്ച വിവാഹമോചന ഹർജിയിലെ നടപടികളും പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി വിജയും സംഗീതയും വേർപിരിഞ്ഞാണ് താമസിക്കുന്നത്. ഒരു നടിയുമായി വിജയ്ക്ക് ബന്ധമുണ്ടെന്ന് ആരോപിച്ചായിരുന്നു 6 വർഷത്തെ ദാമ്പത്യം അവസാനിപ്പിക്കാൻ ഫെബ്രുവരിയിൽ സംഗീത കോടതിയിൽ വിവാഹമോചന ഹർജി നൽകിയത്. ചെങ്കൽപ്പെട്ട് ഫാമിലി കോടതിയിലാണ് വിവാഹമോചന ഹർജി. 2021 മുതൽ വിജയ്ക്കൊരു സഹനടിയുമായി ബന്ധമുണ്ടെന്നും അത് അവസാനിപ്പിക്കാമെന്ന് ഉറപ്പ് നൽകിയെങ്കിലും തുടർന്നു എന്നും സംഗീത ഹർജിയിൽ ആരോപിക്കുന്നുണ്ട്. നേരത്തെ വിജയുടെ മുഖ്യമന്ത്രിയായുള്ള സത്യപ്രതിജ്ഞാ ചടങ്ങിലും ഭാര്യ സംഗീതയും മക്കളും പങ്കെടുത്തിരുന്നില്ല. വിജയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും സംഗീതയും മക്കളെയും കണ്ടിട്ടില്ല. സംഗീതയുടെ വിവാഹമോചന ഹർജിക്ക് പിന്നാലെ തൃശയുമായി ബന്ധപ്പെടുത്തി ഗോസിപ്പുകളും എത്തിയിരുന്നു. 1999 ഓഗസ്റ്റ് 25-നായിരുന്നു വിജയുടെയും സംഗീതയുടെയും വിവാഹം. ജേസൺ സഞ്ജയ്, ദിവ്യ സാഷ എന്നിവരാണ് മക്കൾ. വിവാഹമോചന ഹർജി കൊടുത്തു കഴിഞ്ഞ ദിവസങ്ങൾക്ക് ശേഷം മറ്റൊരു ഹർജിയും കൂടി സംഗീത സമർപ്പിച്ചിരുന്നു. വിവാഹമോചന കേസിൽ അന്തിമ തീരുമാനമുണ്ടാകുന്നതുവരെ നിലവിൽ താമസിക്കുന്ന വൈവാഹിക ഭവനത്തിൽ തുടരാൻ അനുവദിക്കണമെന്നതായിരുന്നു പുതിയ ആവശ്യം. സംഗീതയ്ക്കും മക്കൾക്കും 250 കോടി രൂപ നഷ്ടപരിഹാരം കൊടുത്ത് കേസ് ഒത്തുതീർപ്പാക്കാൻ വിജയ് ശ്രമിക്കുകയാണെന്നും വാർത്തകൾ വന്നിരുന്നു. ഇരു കക്ഷികളും പരസ്പര ധാരണയിലെത്തിയാൽ വിവാഹമോചന ഹർജി സംഗീത പിൻവലിക്കുമെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. കോടതി കേസ് പരിഗണിക്കുന്നത് ജൂൺ 15-ലേക്ക് മാറ്റിവെക്കുകയും ചെയ്തിരുന്നു. വീഡിയോ കോൺഫറൻസിലൂടെ ഇരുവരും കോടതിയിൽ ഹാജരാകുമെന്നാണ് അറിയുന്നത്. എന്നാൽ അങ്ങനെയിരിക്കെയാണ് ഇക്കാര്യത്തിൽ പുതിയൊരു പുരോഗതി ഉണ്ടായത്. വിജയും വീണ്ടും സംഗീതയും ഒന്നിച്ചു എന്ന് പറയുന്നുണ്ട്. തമിഴ് മാധ്യമങ്ങളിലാണ് ഈ വാർത്ത ആദ്യം പ്രത്യക്ഷപ്പെട്ടത്. പിന്നാലെ ദളപതിയുടെ ആരാധകർ ഇത് ഏറ്റെടുത്തു. വിജയണ്ണനും സംഗീത ചേച്ചിയും പ്രശ്നം പരിഹരിച്ചു. ജൂൺ 22-ന് കാണാമെന്നാണ് ആരാധകർ പലരും സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത്. കുടുംബാംഗങ്ങൾ ഇടപെട്ടാണ് ഇവരുടെ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചത്. സംഗീതയും വിജയും ഇപ്പോൾ ഒന്നിച്ചാണ് എന്നാണ് പറയുന്നത്. എന്നാൽ ഇത് എത്രത്തോളം സത്യമാണ് എന്ന് നമുക്ക് അറിയില്ല. കുടുംബാംഗങ്ങൾ ഇതുവരെയും ഇക്കാര്യങ്ങളൊന്നും തന്നെ സ്ഥിരീകരിച്ചിട്ടില്ല. അതേസമയം തന്നെ വിജയുടെ പല കാര്യങ്ങളിലും പല ഔദ്യോഗിക സന്ദർശനങ്ങളിൽ ഉൾപ്പെടെ നമ്മുടെ നടൻ അജിത്തിന്റെ അമ്മയുടെ മരണ സമയത്ത് അവിടേക്ക് എത്തിയ വിജയ്ക്കൊപ്പം തൃശയും ഉണ്ടായിരുന്നു. അങ്ങനെ വിജയുടെ എല്ലാ കാര്യങ്ങളിലുമുള്ള തൃശയുടെ ഇടപെടൽ വലിയ രീതിയിൽ തന്നെ ചർച്ചയായിക്കൊണ്ടിരുന്നു. ഈ ഒരു ബന്ധം കാരണമാണ് സംഗീത പോയത് എന്നും പറയപ്പെടുന്നുണ്ടായിരുന്നു. എന്താണ് ഇതിന്റെ വസ്തുതയെന്ന് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ അറിയാം.